സമസ്തയിലെ പൊട്ടിത്തെറി എങ്ങോട്ട് നീങ്ങും? സമസ്തയിലെ ഭിന്നിപ്പിൽ സമസ്ത രണ്ടായി മാറുമോ എന്നുള്ള ആശങ്കയാണ്. ആ രൂപത്തിലേക്ക് ചേരിതിരിഞ്ഞുള്ള പരസ്യ പ്രകടനങ്ങളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി, കേൾക്കാമോ? കേൾക്കാം. ഇതിപ്പോൾ നോക്കൂ, ഈ നേരത്തെ ആണെങ്കിൽ ലീഗ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് പൂക്കോയ തങ്ങൾ, അതിനുശേഷം ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, അതുവരെ സമസ്തയുമായി സമന്വയത്തിലാണ് ലീഗ് നേതൃത്വം പോയിരുന്നത്, അല്ലെങ്കിൽ ഈ ലീഗ് അധ്യക്ഷന്മാർ പോയിരുന്നത്. സാദിഖ് അലി തങ്ങളിലേക്ക് വന്നപ്പോൾ പ്രായം ഒരു പ്രശ്നമായി. ആ കോമ്പിനേഷനിൽ പ്രായത്തിൽ ഒരു മൂപ്പിളമ തർക്കം വരുന്നൊരു സാഹചര്യം വന്നു. സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആത്മീയ വിദ്യാഭ്യാസമില്ല എന്നുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ ഉമർ ഫൈസി പരസ്യമായി പലയിടത്തുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖാസിയാവാൻ യോഗ്യതയില്ല. യഥാർത്ഥത്തിൽ അതുമാത്രമാണോ പ്രശ്നം? സ്മൃതി, ഇതങ്ങനെ ചെറിയ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു കാര്യമല്ല ഇത്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഇവിടുത്തെ സുന്നി, അതായത് യാഥാസ്ഥിക പണ്ഡിതന്മാരുടെ പണ്ഡിത സഭ രൂപം കൊള്ളുന്ന 1926 വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ആദ്യത്തെ പ്രസിഡന്റ്. അതെന്തിനാണ് രൂപീകരിച്ചതെന്ന് വിചാരിച്ചാൽ 1922 രൂപം കൊണ്ട മുസ്ലിം ഐക്യസംഘമുണ്ട്. അവർ ആധുനിക മതേതര വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾ എഴുത്ത് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഘമായിരുന്നു കേരള മുസ്ലിം ഐക്യസംഘം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മണപ്പാട് കുഞ്ഞോമാജിയാണ്, വേറൊരു നേതാവ് KM സീതി സാഹിബാണ്. അപ്പോൾ ഈ തരത്തിൽ പരിഷ്കാരങ്ങൾ, ആധുനികത വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടി രൂപം കൊണ്ട സാധനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അത് ഇങ്ങനെ പോരുമ്പോൾ എന്താ തമാശ എന്ന് വിചാരിച്ചാൽ 48 മാർച്ച് 10 ആണല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ലീഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ലീഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ടാളുകളുള്ളത്, ഒന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അതേ സുന്നിയാണ്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം സുന്നിയാണ്. അതിൽ 2 വിഭാഗമുണ്ട്, AP, EK. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതിലും കൂടുതൽ ആളുകളുള്ളത് EKയിലാണ്. പിന്നെ കുറച്ച് സെലഫികളുണ്ട്, അതിലും കുറച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, അതിലും കുറച്ച് അഹമ്മദികളുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ അഹമ്മദികൾ. ഇതാണ് ഇവിടുത്തെ സാധാരണ രീതി. അപ്പോൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പരിഷ്കാരങ്ങളെയും എതിർക്കുന്ന. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെണ്ണുങ്ങൾ ഒരുപാട് കാലം അവർ എഴുത്ത് പഠിക്കരുത് എന്ന് പറഞ്ഞു. 1934 മാർച്ച് 10 എൻ്റെ ഓർമ്മ. മണ്ണാർക്കാട് ചേർന്ന സമ്മേളനം പാസ്സാക്കിയ പ്രമേയം സ്ത്രീകൾ എഴുത്ത് പഠിക്കുന്നത് അനഭിലഷണീയമാണെന്നാണ്. ഇപ്പോഴും അവരുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച ജുമയ്ക്ക് കൂട്ടപ്രാർത്ഥനയ്ക്ക് പ്രവേശനമില്ല. ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. അപ്പോൾ ഈ സുന്നികളെയും മുജാഹിദുകളെയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് സീതി സാഹിബും ബാഫക്കി തങ്ങളും പിന്നെ മുജാഹിദുകളുടെ നേതാവ് KM മൗലവിയും കൂടി എടുത്തത്. അങ്ങനെ അവരുടെ ഒരു ത്രികോണമാണ് ഇത് കൊണ്ടു നടന്നിരുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ടാകുന്നത് 1974 1974 ലീഗിൽ പിളർപ്പുണ്ടായി. അങ്ങനെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് അവർ വിളിച്ച മറ്റുള്ളവർ വിമത ലീഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഈ വിമത ലീഗ് അല്ലെങ്കിൽ അഖിലേന്ത്യാ ലീഗ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് EK അബൂബക്കർ മുസ്ലിയാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി. അന്ന് അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് AP അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ അവർ അഖിലേന്ത്യാ ലീഗ് ഈ മൂപ്പിച്ചിട്ടാണ് AP അബൂബക്കർ മുസ്ലിയാർ ആദ്യം ഒരു വിമതനായി രംഗത്ത് വരുന്നത്. അതിന് പിന്നെ പിന്തുണ കൊടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുണാകരൻ ഗ്രൂപ്പ്, പിന്തുണ കൊടുത്തു CPM. അതുകൊണ്ട് അവരെ മറ്റുള്ളവർ 15 കൊല്ലം അവർ അതിനകത്ത് നിന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി. 89 അവർ പിരിഞ്ഞ് AP സുന്നിയായിട്ട് വേറെ പോയി. അവരെ മറ്റുള്ളവർ BJPയെ സഹായിക്കുന്ന നടത്തുന്ന CPMനെ സഹായിക്കുന്ന നടത്തിൽ അരിവാൾ സുന്നി എന്ന് പറയും, ഇടയ്ക്ക് BJPയെ സഹായിച്ചെന്നുള്ള നിലയ്ക്ക് താമര സുന്നി എന്ന് പറയും. ഈ സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് അനവധി കൊല്ലമായല്ലോ. പിന്നെ ഇപ്പോഴുള്ള EK സമസ്ത ഇവരായിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് വലിയ പരാതിയായിരുന്നു. എന്താണ്, ലീഗ് ഞങ്ങളെ ഉപയോഗിക്കുകയാണ്, ഞങ്ങളെ അവഗണിക്കുന്നു. ഈ അവഗണന തീർക്കാനാണ് 2014 സുപ്രഭാതം ആരംഭിക്കുന്നത്. അപ്പോൾ ചെക്കുട്ടിക്കൊക്കെ എന്നെക്കാൾ ഈ കഥ നിശ്ചയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സുപ്രഭാതം ആരംഭിക്കും 2014 10 കൊല്ലം മുമ്പാണ്. അപ്പോൾ
ഞങ്ങളെ അവഗണിക്കുന്നു, ഞങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന് വേണ്ട പത്രം തുടങ്ങിയവർ. ചന്ദ്രികയ്ക്കെതിരായിട്ടാണ് വസുല പത്രം വരുന്നത്. 2017 ജിഫ്രി തങ്ങൾ പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ എന്തുണ്ടായി? സാദിഖ് അലി തങ്ങൾ അപ്പുറത്തും ജിഫ്രി തങ്ങൾ ഇപ്പുറത്തും. അപ്പോൾ തങ്ങന്മാർ കൂടുതൽ, ആർക്കാണ് കൂടുതൽ മേന്മ എന്നുള്ളൊരു മൂപ്പളമ തർക്കയിലുണ്ട്. അത് പിന്നെ പ്രായത്തിൻ്റെ വ്യത്യാസം, പാണ്ഡിത്യം കൂടുതൽ ജിഫ്രി തങ്ങൾക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് പ്രായമുണ്ട്, പാണ്ഡിത്യമുണ്ട്, അദ്ദേഹം വേറെ ഒരു തങ്ങളാണ്. ഈ തങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വംശപരമ്പര എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാധാന്യം, ഒരു പ്രാമാണ്യം അവർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ, ഇത് ഞങ്ങളൊരു ആദർശ പ്രസ്ഥാനമാണ്, ആദർശ പ്രശ്നമാണ് പറയുന്നതെന്നാണ് ഉമർ ഫൈസിയും കൂട്ടരും പറയുന്നത്. അതിലെന്ത് വരുന്നു വെച്ചാൽ, CPM-ൻ്റെ കൂടെയുള്ള INL ഇവർക്ക് സപ്പോർട്ടാണ്. ആർക്ക്? ലീഗ് വിരുദ്ധ EK സമസ്തയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് INL. കാരണം INL 94 ഉണ്ടായ പാർട്ടിയാണ്, ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. പിന്നെ രണ്ടാം പിണറായി ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണം പറയാം. ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവരുന്നു, ലിംഗ സമത്വം പാലിക്കുന്ന വസ്ത്രധാരണം വേണം എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളും കൂടി പാൻസ് ഇടുന്ന ഒരു കാര്യം. ഇപ്പോൾ പാൻസ് ആണുങ്ങളുടെ വേഷമാണെന്ന് ആർക്കും അറിയില്ല. ഇവിടെ കേരളത്തിലെ കാര്യം ഈ പറഞ്ഞൊക്കെ. അപ്പോൾ അത് ജിഫ്രി തങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ പിണറായി വിജയനെ സമീപിക്കാൻ, ഭരണത്തെ സമീപിക്കാൻ EK സമസ്തയ്ക്ക് ലീഗ് വേണ്ട, അവർക്ക് നേരിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടുക. അത് വിടാൻ പാടില്ല എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ പിണറായി പിൻവലിക്കും. അപ്പോൾ ഇതിൽ ഇവരെ മൂപ്പിക്കുന്നതിൽ, രാഷ്ട്രീയം കളിക്കുന്നതിൽ പിറകിൽ CPM ഉണ്ട്, INL ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MV ജയരാജൻ മുക്കത്ത് വന്ന് ഉമർ ഫൈസിയെ കണ്ട് നന്ദി പറഞ്ഞത്, നന്ദി പറയാൻ വന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയം വളരെ പ്രകടമാണ് അതിൽ. അപ്പോൾ ഇപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, AP അബൂബക്കർ മുസ്ലിയാരിന്ന് പാഠം പഠിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ നിരീക്ഷണം. കാരണം അദ്ദേഹം ഒരു വോട്ട് ബാങ്ക് രൂപീകരിച്ചു, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ശക്തനായി. പിന്നെ CPM-നോടോ കരുണാകരൻ കോൺഗ്രസിനോടോ മുസ്ലിം ലീഗിനോടോ LDF-നോടോ UDF-നോടോ BJP-യോടോ ഒക്കെ വിലപേശാവുന്ന ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം തെളിയാതെ പോയത് അദ്ദേഹത്തിനൊരു ചാനൽ തുടങ്ങാൻ പറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ പത്രം സിറാജ് വേണ്ടത്ര നന്നായില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ മിടുക്കനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു LDF-ഉം UDF-ഉം ഭരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു സേ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കിനൊരു വിലയുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്നൊരു കാര്യം, അവർ സ്വന്തം നൽകിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ്. ഇതിൽ ആദർശത്തിൻ്റെ പ്രശ്നം അവർ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞൊരു ഉദാഹരണം, ഇപ്പോൾ CIC അതിൻ്റെ ഇസ്ലാമിക് കോളേജിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അബ്ദുൽ ഹക്കീം ആദർശേരി എന്നുള്ള ആളെ വെക്കാൻ പാടില്ല. അദ്ദേഹം സുന്നികളുടെ നയത്തിനും മതപരമായ നിലപാടുകൾക്ക് യോജിച്ച ആളല്ല എന്നാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ഇവർ പറഞ്ഞു. എന്തായിരുന്നു ആ നയം? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അവിടെ കോഴ്സ് പൂർത്തിയാകും വരെ വിവാഹം കഴിക്കേണ്ടതില്ല എന്ന ഒരു ചട്ടം എഴുതി ചേർത്തതാണ് പ്രകോപിപ്പിച്ചത്. അതായത് സ്ത്രീ വിദ്യാഭ്യാസം ഇത്ര കാലം വരെ പോകാം. അപ്പോൾ അതുവരെ വിദ്യാഭ്യാസം തീരുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ നിയമം ഉണ്ടാവില്ല. അപ്പോൾ കാരണം പഴയ കാര്യങ്ങൾ 7-ാം നൂറ്റാണ്ടിൻ്റെ കാര്യം പണ്ട് ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഒരു മതസംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള തർക്കം മാറിയിട്ട് LDF UDF തുടങ്ങിയുള്ള തർക്കത്തിലേക്ക് വരികയാണ്. അതിലിപ്പോൾ ഏറ്റവും വലിയ കഷ്ടമായി തീർന്നത് മുനമ്പത്തെ കേസാണ്. മുനമ്പത്തെ താമസക്കാരെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ വഖഫ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വഖഫ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഫറൂഖ് കോളേജ് ഇല്ലാതെയായാൽ അത് വഖഫ് ചെയ്ത ആളുടെ അനന്തരാവകാശികളിലേക്ക് മടങ്ങും എന്നുണ്ട്. വഖഫിൽ അങ്ങനെ മടങ്ങാനുള്ളൊരു വകുപ്പുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഫറൂഖ് കോളേജുകാർ പറയുന്നുണ്ട് അത് വഖഫല്ല. എന്താ കാരണം? അവർ 87 ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് അവർ ഈ സ്ഥലങ്ങളൊക്കെ വിറ്റത്. ആ വകയിൽ അവർക്ക് 33 ലക്ഷം ഉറുപ്പിക കിട്ടിയെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി അത് കൂടിയ വിലയ്ക്കാണ് വാങ്ങിയെന്നാണ് കേട്ടത്. സെൻറ്റിന് 100 രൂപ വില ഉള്ളപ്പോൾ 250 കൊടുത്തിട്ടാണ് അവർ മേടിച്ചത്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് അവിടെ തലമുറകളായിട്ട് താമസിക്കുന്നു, വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കുന്നു. ആ ഭൂമിയിലാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള നേട്ടം എന്ന് പറയുന്നത്, ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം എന്ന് പറയുന്നത് CPM-നാണ് അല്ലെങ്കിൽ LDF-നാണ്. അതിലിപ്പോൾ INL ഇതിൽ വളരെ ഹാപ്പി ആയിരിക്കും,
CPM ഹാപ്പി ആയിരിക്കും. എന്താണ് കാരണം വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷനിൽ 4-5 വോട്ടിന് അല്ലെങ്കിൽ 10-20 വോട്ടിന് ചില ഡിവിഷനുകളിൽ വാർഡുകളിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഒക്കെ ഉള്ള ശക്തി തീർച്ചയായിട്ടും ഈ സമസ്തയിലെ ഭിന്നിപ്പ് മൂലം ഉണ്ടാവും. അപ്പോൾ ഇതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പിന്നെ അത് ഇവരുടെ ഇപ്പോഴുള്ള നിലപാട് എനിക്ക് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. ശ്രീ KM ഷാജിയും ET മുഹമ്മദ് ബഷീർ MP ഒക്കെ ഇത് വഖഫ് ആണ്, ആ നിലയ്ക്കാണ് പരിഗണിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ നിലയ്ക്ക് പരിഗണിക്കാനുള്ള യാതൊരു വകുപ്പും അതിനകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഇവിടുത്തെ കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, തീവ്ര നിലപാടുള്ളവരെ കൂടെ കൂട്ടാനും അതുവഴി PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി നേതാക്കൾക്ക് ഒരു തിരിച്ചടി നൽകാനും വേണ്ടിയുള്ള പ്രയോഗമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ ലീഗ് യോഗത്തിൽ KM ഷാജിയോടും ETയോടും ഇനി ഈ വിഷയത്തിൽ മിണ്ടരുത് എന്ന പാർട്ടി തിട്ടൂരം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയുകയാണ്. Debate with Smriti Parathikkad.